2025 മാർച്ച് മാസം 29 ശനി കുംഭൻ രാശിയിൽ നിന്നും മീനൻ രാശിയിലേക്ക് മാറുകയാണ്. ശനിമാറ്റം വരികയാണ്. നമസ്കാരം, മന്ത്രവിദ്യാപീഠത്തിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം ധനുരാശിയുടെ ശനിമാറ്റം ഏതു തരത്തിലാണ്, ഗുണകരമാണോ ദോഷമാണോ, എന്താണ് ഫലം നൽകുന്നത് എന്ന് ചിന്തിക്കാം. 4ലേക്കാണ് ശനി മാറുന്നത്. കുംഭം രാശിയിലായിരുന്ന ശനി മീനൻ രാശിയിലേക്ക് 4ാം ഭാവത്തിലേക്ക് മാറുകയാണ്. ആ 4ലേക്കുള്ള ശനിയുടെ മാറ്റം കണ്ടകശനി എന്നാണ് പറയുന്നത്. കണ്ടകശനി കൊണ്ടേ പോകൂ എന്നൊക്കെ പലരും പറയാറുണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളിലും ഒരുപോലെ ദോഷം ചെയ്യണമെന്നില്ല എന്ന് മാത്രമല്ല, ഓരോ വ്യക്തികൾക്കും അവരുടെ ജാതകത്തിൽ ഈ ശനിക്ക് എത്രത്തോളം ബലമുണ്ടോ ആ ബലത്തിനനുസരിച്ച് ഗുണദോഷങ്ങളൊക്കെ വ്യത്യാസപ്പെടാം. എന്നാലും പൊതുവിൽ ശനിയുടെ മാറ്റം കണ്ടകശനിയാണ് കുറച്ചൊക്കെ ദോഷഫലങ്ങളെ നൽകുന്നതാണ്. സാമ്പത്തിക രംഗത്ത് പലതരത്തിലുള്ള പ്രതിസന്ധികളും പ്രയാസങ്ങളും അനുഭവപ്പെടും. കുടുംബജീവിതത്തിൽ പലതരത്തിലുള്ള വിഷമങ്ങൾ ഉണ്ടാകും. അഭിപ്രായ വ്യത്യാസങ്ങളും കലഹങ്ങളും വർദ്ധിക്കുവാനുള്ള സാധ്യതയുണ്ട്. ബന്ധുജനങ്ങളുമായിട്ട് അഭിപ്രായ ഭിന്നതകൾ പലതരത്തിലും കലഹങ്ങൾക്ക് ഇടവരുത്തും. സാമ്പത്തിക നഷ്ടങ്ങൾ കാര്യമായി പ്രതീക്ഷിക്കണം. വലിയ കുഴപ്പമില്ലാതെ ഒഴുകിക്കൊണ്ടിരുന്ന ജീവിത നദി ഇടയ്ക്കൊക്കെ തടസ്സങ്ങളെയും പ്രയാസങ്ങളെയും ഉണ്ടാക്കും. സുഖാനുഭവങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടാകും. സാമ്പത്തിക വരവ് പലതരത്തിലും തടസ്സപ്പെടും. ചെലവുകൾ വർദ്ധിച്ചു വരും. ബന്ധുക്കളുമായിട്ട് പലതരത്തിലും അകൽച്ചയ്ക്ക് ഇടവരും. സന്താനങ്ങളെ കൊണ്ട് ചില വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകും. കുട്ടികളുടെ പഠനകാര്യത്തിൽ പലതരത്തിലും തടസ്സങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകും. നമ്മുടെ തൊഴിൽ മേഖലയിൽ കാര്യമായ നേട്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന പല കാര്യങ്ങളും തടസ്സപ്പെടും. നമ്മൾ പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായ ചില സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. വാഹന സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ പലതരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാകും. ചിലപ്പോൾ വാഹന നഷ്ടമുണ്ടാകാം. വാഹന സംബന്ധമായിട്ടുള്ള അപകടങ്ങളോ പ്രയാസങ്ങളോ അനുഭവപ്പെടാം. അതുപോലെ തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങളിലാണെങ്കിലും അഥവാ ബിസിനസിന്റെ കാര്യങ്ങളാണെങ്കിലും അതിനു വേണ്ടിയിട്ടൊക്കെ യാത്രകൾ വേണ്ടിവരും. അതുമാത്രമല്ല, വ്യക്തിപരമായ പല കാര്യങ്ങൾക്കും നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ, അലച്ചിലുണ്ടാക്കുന്ന തരത്തിലുള്ള യാത്രകൾ വേണ്ടിവരും. അതൊക്കെ കുറച്ച് വിഷമങ്ങളെയും പ്രയാസങ്ങളെയും ഉണ്ടാക്കും. ബന്ധുക്കളുമായിട്ടും നമ്മുടെ ജീവിത പങ്കാളിയുമായിട്ടൊക്കെ അകന്നു കഴിയുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവും. എന്ന് വെച്ചാൽ പലതരത്തിലും ഒറ്റപ്പെടിയിൽ അനുഭവപ്പെടാം. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ശനിയുടെ ദോഷങ്ങളെയൊക്കെ മറികടക്കുവാൻ ഹരിഹരപുത്രനായ അയ്യപ്പസ്വാമിയുടെ നീരാഞ്ജനം, നെയ്വിളക്ക്, അഷ്ടോത്തരാർച്ചന ഇവ നടത്തുന്നത് ദോഷഫലങ്ങളെ കുറയ്ക്കുവാൻ സഹായിക്കുന്നതാണ്. ഭഗവാന്റെ അഷ്ടോത്തര മന്ത്രങ്ങളൊക്കെ ജപിച്ചാൽ, ഭഗവാന്റെ സൂക്തങ്ങളൊക്കെ ജപിച്ചാൽ പലതരത്തിലുള്ള ദോഷങ്ങളെ കുറയ്ക്കുവാനും നമുക്ക് ഐശ്വര്യാഭിവൃദ്ധി ലഭിക്കുവാനും ഇടവരും.